ഹലോ, റോസ്മേരി ആണോ? റോങ് നമ്പറാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് 72496. അതെപ്പോ ഡയൽ ചെയ്താലും കിട്ടുന്ന ഈ നമ്പരാ. നമ്മുടെ ടെലിഫോൺ കാർ ഒരു തമാശയെ. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമുക്കിത്തിരി സംസാരിക്കാം. ഈ വിളിച്ച നമ്പർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ നമ്പറിൽ സംസാരിക്കാം, അല്ലേ? അതിനൊന്ന് സംസാരിക്കാലോ. ഒരു സെക്കൻഡ്. വല്യമ്മച്ചി. എന്താ പെണ്ണേ? ആ, ഇത് മറ്റവനാ. റോങ് നമ്പർ. എടാ, ചൊണയുണ്ടെങ്കിൽ ആൺകുട്ടികളെ പോലെ നേരെ വന്ന് സംസാരിക്കും. അതിനെന്താ, വരാല്ലോ. എന്നാ പാടാ. ഇന്ന് കൃത്യം 4 മണിക്ക്. ഓക്കെ? എന്താണ് ഇത്? കുറെ നേരമല്ല തുടങ്ങിയിട്ട്. മറ്റവളായിരുന്നു റോസ്മേരി. വൈകുന്നേരം 4 മണിക്ക് വീട്ടിലോട്ട് ചെല്ലാൻ. ആ ചെല്ല്. ആ പണ്ടാരത്തള്ള ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് നിന്റെ മോന്തയ്ക്ക് അടിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. വലിയ വാചകമൊന്നും അടിക്കണ്ട. ബെറ്റിന്റെ കാശ് റെഡിയാക്കി വെച്ചോ. എന്റെ അമ്മേ, ഇതെന്ത് ജീവി? ഒറ്റ അക്ഷരം മിണ്ടിപ്പോരുന്നു. ആണുങ്ങളെ പേര് ചീത്തയാക്കാൻ വേണ്ടി ചില ചെറ്റകൾ ഇറങ്ങിയിരിക്കുന്നു. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. പണ്ട് ഇതുപോലൊരു സായിപ്പ് നായിന്റെ മോനിക്ക് ഞാൻ ചൂട് പിടിച്ചേന്. അന്ന് ആ സായിപ്പ് തന്നെ സായിപ്പും മതാമേ ഒന്ന് പതുക്കെ. പണ്ടാറങ്ങനൊന്ന് പതുക്കെ. ഇത് അടിക്കുന്നതിന് മുമ്പ് ഓനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ? പടച്ചോന്റെ ഓരോരോ തീരുമാനങ്ങളെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അടി കിട്ടുന്ന സമയത്ത് വല്ല വികാരവും തോന്നിയോ? തോന്നി. ചെപ്പക്കുറ്റിക്കിട്ട് തരാൻ തോന്നി. അല്ല, ഇന്നോട് ചൂടായിട്ട് എന്താണ്? ഞാൻ അതല്ല നോക്കണേ, ഈ മാത്യു സാർ എന്തിനാ അടിച്ചെന്നുള്ളതാ. തന്റെ ഒരു മാത്യു സാർ അവനിങ്ങോട്ട് വരട്ടെ. അവന്റെ ഒരു ഒറ്റ എല്ലി ഞാൻ ബാക്കി വെച്ചേക്കൂല. അവനാന്റെ എല്ല് ക്ലിയർ ആയിട്ട് പോരെ. ആരാന്റെ എല്ല് ഒന്ന് പോടോന്ന് പോയാ പിന്നെ ആര് ചൂട് പിടിക്കുന്നു? ഈ ചൂട് പിടിക്കുന്ന സമയത്തെ ആള് ചൂടാവരുത്. നല്ല ക്ഷമ വേണം കേട്ടോ. കിളിക്കല്ലേ കിളിക്കല്ലേ, നിനക്ക് കിട്ടുമ്പോ അറിയാ. അതെ അതെ, കിട്ടേണ്ടത് കിട്ടേണ്ടവന് കിട്ടേണ്ടപ്പോ കിട്ടിക്കോളും. ആ അല്ല, അതാ വരണ. അല്ല മാത്യു സാറേ, കൂട്ടത്തിൽ നിന്ന് കാലേ ചവിട്ടരുത്. എന്താ കാര്യം? നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. കഷ്ടമുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് കഷ്ടം? വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം, അല്ലാതെ പാര വെക്കാൻ ശ്രമിക്കരുത്. പാരേ? ആ, ഇവൻ എന്നെ തല്ലു വിളിക്കാല്ലേ എവിടെ വന്നത്? ഞാൻ തല്ലു വിളിക്കാനൊന്നല്ല വന്നത്. പിന്നെന്തിനാ നീ എവിടെ വന്നത്? എന്തിനാ പോയെന്ന് പറയൂ. പറഞ്ഞോളിന്ന്.
പറയടാ. ഞാൻ അവന് രണ്ട് കിട്ടുന്ന കാണാൻ പോകാം. എന്നാ അതിന് രണ്ട് കൊണ്ടതിന് യാതൊരു തെറ്റുമില്ല. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്. മമ്മൂട്ടി നല്ല ചൂട് പിടിച്ചുകൂട്. ഊക്കണിടി കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച കോഴിയെ കീറി ചാരായത്തിനകത്ത് കലക്കി സൂപ്പ് വെച്ചുകൂട്. അസലിടിയല്ലയോ കിട്ടിയത്. പിന്നെ പാര വെക്കാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതായിരിക്കും. ഞാൻ പൊതുവെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നല്ല ഇടിയാണല്ലോ കിട്ടിയത്. ഇതൊന്ന് കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. അതിലെങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് വിവരം തരുമോ? ഹലോ, റോസ്മേരി അല്ലേ? ഞാനാ. റോങ് നമ്പർ. സോറി, എനിക്ക് 4 മണിക്ക് വരാൻ കഴിഞ്ഞില്ല. കാണാം. യെസ്, രവീന്ദ്രൻ ഹിയർ. ആഹാ, അമ്മാവന് എന്താ നമ്മുടെ വടക്കേ മനക്കാരായിട്ടുള്ള കേസ് അവധിക്ക് വെച്ചിരിക്കുന്ന 28-ാം തീയതി. അന്ന് തന്നെ വിധി പറഞ്ഞേക്കുമെന്നാ വക്കീലദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അശ്വതിയുടെ കൂടെ ഞാൻ വരുന്നില്ല. 10:30 വണ്ടിക്ക് അവൾ അവിടെ എത്തും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും. അതെ, താമസത്തിന്റെ കാര്യമൊക്കെ ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്തോളാം. അമ്മാവൻ വിഷമിക്കണ്ട. പറഞ്ഞില്ലെങ്കിലും വേണ്ടതൊക്കെ നീ അവിടെ ചെയ്തോളൂ എന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അമ്മായിയോട് അന്വേഷണം പറയണം, അമ്മയോടും. ഇല്ല, വേറൊന്നുമില്ല. ആ, സ്വാമിക്കറിയോ, ഞാൻ മുമ്പ് ബോംബെയിൽ ഓബ്രോയ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രഞ്ച് സാഹിബ് വന്ന് റൂം എടുത്ത്. സാഹിബ് ഒരു ചായ ഓർഡർ ചെയ്ത് റൂം പോയി ചായ കൊണ്ടു കൊടുത്തു. സാഹിബ് കുറച്ച് ചായ കുടിച്ചു നോക്കിയിട്ട് ഒരു ഒറ്റ തുപ്പ ഈ പയ്യന്റെ മുഖത്ത്. എന്തോ ചായ ഇഷ്ടപ്പെട്ടാണല്ലേ. ഈ സമയത്ത് ഞാനൊരു പാസിംഗ് റൂമിന്റെ പുറത്തൂടെ. സാഹിബ് എന്നെ കണ്ട് ഹലോ മിസ്റ്റർ കുട്ടിന്ന്. മുമ്പ് ഡൽഹിയിലെ താജ് ഹോട്ടലിനുള്ള പരിചയമാണേ. എന്നോട് ഈ ചായന്റെ വിവരം പറഞ്ഞു. ഉടനെ ചെന്ന് കിച്ചണിൽ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. ഇത് കുടിച്ചിട്ട് സാഹിബ് എനിക്ക് കൈ എന്നിട്ട് പറയാ, ഹലോ ഹൗ ഓൾഡ് ആർ യു എന്ന്. ഞാൻ പറഞ്ഞു ഫൈൻ തന്നെ. അല്ലാതെ നമ്മൾ താൻ എവിടെ ഇരിക്കുകയാണോ? തന്നെ എവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചു. വാട്ട് ഈസ് ദ മാറ്റർ? തനിക്ക് പഞ്ചാമൃതം ഉണ്ടാക്കാൻ അറിയാം? എന്ത് പഞ്ചാമൃതം? എന്തിന്? നിങ്ങൾ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്നല്ല പണിക്കൊണ്ടെന്ന്. ഈ മാതിരി ചീപ്പ് കേസ് ആയിട്ട് വരരുത്. ആനക്കാര്യത്തിലെടുക്കാം, ചേനക്കാര്യം. അങ്ങനെ ഈ താനിങ്ങോട്ട് മാറ്. സ്വാമിക്കറിയാവോ? പിന്നെന്താ? എന്താ വിശേഷം? വകയിലൊരു ബന്ധുവിനാ. ബന്ധു എന്ന് വെച്ചാൽ ആരാ? പറഞ്ഞു വരുമ്പോ ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദറോ? ശ്രീരാമ രാമ രാമ ശ്രീരാമനാമം ചൊല്ലിടൂ വൈകാതെ പശ്ചാവണ കുംഭകർണ വാരസ്യ വേദായനം ഗാത്താകിൽ താനമോതും കാരുണ്യത ശ്രീപത്മനാഭ. മുരുക. എവിടുന്ന്? ആ ബാലസുബ്രഹ്മണ്യനോ? ഞാൻ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വാ അകത്തിരിക്കാം. ഇവിടെ ഫാൻ ഇല്ല. അകത്തുണ്ടേ. അകത്തിരുന്നുള്ളൂ. ഇന്നത്തെ നാളിന് ദോഷമൊന്നുമില്ലല്ലോ. ഒരു ദോഷമില്ല. ആ ഇവിടെ ഇരിക്കും. ഞാൻ ഇതൊന്നും അയച്ചിട്ട് വരാം. ടീപ്പോയും ഇരിക്കരുത് കേട്ടാ. നല്ലയാളാ. ഞാൻ കരുതി ഈ വഴിയൊക്കെ അങ്ങ് മറന്നു കാണുമെന്ന്. അയ്യോ, ഞാൻ 3-4 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഞാൻ പഴനി പോയിരുന്നു. അത് ശരി. കമലുവിന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രസാദം ഇപ്പോ വിരോധം ഇല്ലെങ്കിൽ ഞാൻ തൊട്ട് തരട്ടെ? പിന്നെ എന്താ? അല്ല, പറഞ്ഞോളൂ. വേണ്ട, അത് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. കമലു, നീ അങ്ങ് എന്നെ പണിട്ട് ഇരിക്കേ? ഞാൻ തുണി തുറക്കെ പറയാം. വരട്ടെ. എന്താ ഇത്? ചേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. അതെന്താ അത്രയ്ക്ക് മോശമാണോ? അതല്ല, ഒരു കോളേജ് സ്റ്റുഡന്റിനെ പോലെ. എനിക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയണത് എനിക്കത്ര ഇഷ്ടമല്ല. അതെന്താ? എന്താന്നറിയില്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെയാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിപ്പോ കുറച്ച് ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. പഴനിയിലെ പഞ്ചാമൃത്ത് മാറ്റി പോളിസി കാര്യം സംസാരിക്കും. ആ ചേട്ടാ, ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് തിങ്കളാഴ്ച അല്ലയോ? തിങ്കളാഴ്ച നല്ല ദിവസമല്ലേ? 7:30 മണി മുതൽ 9 മണി വരെ രാഘുവാലമല്ലയോ? നമുക്ക് നാളെ കാണാം. എനിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു വിശ്വാസമില്ല. ആണോ? പഞ്ചാമൃതം വിശ്വാസമില്ല ഞാൻ പറഞ്ഞു. നാളെ കാണാം. കമലു, രാഹുവാല ഇല്ലാത്ത ദിവസം ഏതാണെന്ന് നോക്ക്. അല്ലേ വേണ്ട, ഞാൻ തന്നെ നോക്കാം.